പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും മിറക്കുലസ് ഹാൻഡ്സ് ഓഫ് മിനിസ്റ്ററുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പൈതൽ ഫാനി ഓൾസോ ഷോർട്ട് വെക്കേഷൻ. ഫാനി, യു ആർ മോസ്റ്റ് വെൽക്കം. ഐ ഹോപ്പ് യു എൻജോയ് ദി വെക്കേഷൻ ടൈം. അല്പസമയം ഫാനി മോളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി, വുഡ് യു പ്ലീസ്? ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീത ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം, യാത്രയ്ക്ക് ശേഷം വീണ്ടും ഈ മീറ്റിംഗിൽ കടന്നു വരുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ഈ മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിൽ പ്രിയ മാത്യു പാസ്റ്ററോടും അച്ഛനോടും എല്ലാവരോടും ചേർന്ന് കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തികഞ്ഞ പ്രാർത്ഥനയോടെ, അങ്ങേയറ്റം ദൈവ സാന്നിധ്യത്തോടെ, ദൈവാശ്രയബോധത്തോടെ നമുക്കായിരിക്കാം. നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പരിചിതമായ ഒരു പഴയ ഗാനമാണ് പാടുന്നത്. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിന്റെ വൻകൃപ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടി വന്നു ആ നിത്യമായ സൗഭാഗ്യത്തെ നമുക്ക് തന്ന ആ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ധ്യാനപൂർവ്വം നമുക്ക് പാടാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
കുറയണമേ, ഞാനും കുറയണമേ. ഹല്ലേലൂയ. കർത്താവായ യേശു നമ്മളിൽ വളരണം, ഞാനും കുറയണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ പ്രാർത്ഥന ഉയരണം. നമുക്ക് പ്രശംസിക്കുവാൻ വേറൊന്നുമില്ല, കർത്താവിന്റെ സ്നേഹം മാത്രം. ഹല്ലേലൂയ. ഈ മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയിലുള്ള എല്ലാവരോടും ദൈവ സ്നേഹത്തിൽ പറയാം, നമുക്ക് പ്രശംസിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്, അവിടുത്തെ സ്നേഹം മാത്രമാണ്. അതുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, ആ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്താം, നമുക്ക് ഒരുമിച്ച് കൈകൾ അടിച്ച് ആത്മശക്തിയോടെ കർത്താവിനെ പാടി ആരാധിക്കാം, പാടി പുകഴ്ത്തിയിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ജീവിതത്തിൽ കൊടുക്കാറ്റും തിരമാലയും ഓളങ്ങളൊക്കെ ജീവിത പടകിൽ ആഞ്ഞടിച്ചാലും നമ്മൾ ഭാരപ്പെടേണ്ട, നമ്മളെ കരങ്ങളിൽ കാക്കുന്ന ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിന്റെ അടുത്ത ലൈൻ ഇങ്ങനെയാണ്: പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. കർത്താവ് പറയുകയാണ്, അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും യേശു കർത്താവ് നമ്മളെ മറക്കുകയില്ല. നമ്മളെ മറക്കാത്ത ആ ദൈവ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആത്മശക്തിയോടെ അഭിഷേകത്തെ എല്ലാം ചേർത്ത്
മാറ്റിയ യേശുവെന്ന നാമം, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എത്തിയ യേശുവേ ഞാനെന്ന് ആഴ്ത്തിക്കുടങ്ങിടുന്നേ, എത്തിയ യേശുവേ ഞാനെന്ന് ആഴ്ത്തിക്കുടങ്ങിടുന്നേ, എത്തിയതേ എത്തിയ യേശുവേ ഞാനെന്ന് ആഴ്ത്തിക്കുടങ്ങിടുന്നേ, എത്തിയ യേശുവേ ഞാനെന്ന് ജീവിതത്തിൽ യോഗ സമാനമായ പ്രശ്നങ്ങളിൽ കൂടെ പരിശോധനയിൽ കൂടി നമ്മൾ കടന്നു പോയാലും നമ്മൾ ഭാരപ്പെടേണ്ട ദൈവവചനത്തിൽ ധൈര്യപ്പെടുക. ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മുടെ പ്രിയ പിതാവേ, ഈ മീറ്റിംഗിലുള്ള എല്ലാ ജനത്തെയും അവിടുത്തെ കൃപയുടെ കരത്തിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഈ ഭൂമി എല്ലായിടത്തും, ഈ ഭൂമിയുടെ അറ്റത്തോളം അവിടുത്തെ സാക്ഷ്യമായി പോകുവാൻ അങ്ങയുടെ ജനത്തെയും അടിയങ്ങളെ അവിടെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ ആ വലിയ ഒരു പകർച്ച ഈ ജനത്തിന്മേൽ അവിടെ നയിച്ചുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. മുഴു മഹത്വമിന്റെ കർത്താവിനെ യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. താങ്ക് യു. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനത്തിൽ ഇന്നത്തെ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അനുഗ്രഹങ്ങളെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാൽക്കാലം നമ്മളോടൊപ്പം ആയിരിക്കുന്നത് സിസ്റ്റർ സിമി പ്രൈസ് ആണ്. പഞ്ചാബിൽ നിന്ന് ജോയിൻ ചെയ്യുകയാണ്. വചനത്തിൽ വായിക്കുന്നത് പോലെ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇടയായത് ദൈവത്തോടുള്ള ആ സാമീപ്യം, ദൈവത്തിന്റെ സാമീപ്യം, ആ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ പ്രിയ സിമിക്ക് ദൈവം അവസരമൊരുക്കി. അനേകം വേർപാടുകൾ ജീവിതത്തിലുണ്ടായി. ഒരിക്കലും ഒരു ചെറുപ്പക്കാരി എന്ന നിലയ്ക്ക് അതൊന്നും താങ്ങുവാൻ കഴിയുന്നതിലപ്പുറമായി, മാനുഷികമായി താങ്ങുവാൻ കഴിയുന്നതിലപ്പുറമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് അവളെ നിലനിർത്തിയത് കൊണ്ട് ഇന്നും ആ ദൈവസ്നേഹത്തിൽ തന്നെ നിൽക്കുവാൻ, ആ മനസ്സ് പതറിപ്പോകാതെ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. പഞ്ചാബിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. ഹസ്ബൻഡ് പ്രൈസ് 2-3 വർഷങ്ങൾക്ക് മുൻപ് മരിക്കുവാനിടയായി. എന്നാലും കർത്താവ് നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. നാട്ടില് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് സിമിയുടെ പേരൻസും നിത്യതയിലേക്ക് കടന്നു പോകുവാനിടയായി. നമ്മള് ഈ വിഷമഘട്ടങ്ങളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രിയ സിമിയെ നിലനിർത്തിയതെന്നും അതിനകത്തൂടിയൊക്കെ ആ തീച്ചൂളകളുടെ നടുവിൽ എങ്ങനെ പുറത്തു വന്നു എന്നുമൊക്കെ സാക്ഷ്യത്തിലൂടെയും പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആ ഗൈഡൻസിലൂടെയും ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. പ്രിയ സിമി പ്രൈസിനെ അതിനായി സ്വാഗതം ചെയ്യുന്നു. സിമി. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പൽക്കാലം പലയിടങ്ങളിലായിരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരവസരം തന്നതിനെ ഓർത്ത് ഞാൻ അദ്ദേഹത്തെ അധികം സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രിയ മാത്യു പാസ്റ്ററിനെ നന്ദി ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ എന്നെ ഇൻവൈറ്റ് ചെയ്ത ഷെർലി സിസ്റ്ററിനോടും എന്റെ താങ്ക്സിനകത്തായിരിക്കുന്ന എല്ലാവരോടും എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു.
എൻ്റെ ലൈഫിൽ വന്നു പോയ ഓരോ അനുഭവങ്ങളും ഇന്ന് പലരുടെ മുമ്പിലും ഒരു സാക്ഷിയെ നിൽപ്പാൻ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഇങ്ങനെയൊന്നും പറയുവാനോ ഇങ്ങനെയൊന്നും ആയിത്തീരുവാനോ ഒക്കെ ഇടയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ പലർക്കും എന്താ പറയാ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും. പക്ഷെ ദൈവം അതിനകത്ത് എന്നെ നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് സ്തുതിച്ചാലും എനിക്ക് മതി വരത്തില്ല. എന്റെ പേര് പറഞ്ഞതുപോലെ സിനി എന്നാണ്. പ്രേസ് എന്റെ ഹസ്ബൻഡിന്റെ പേരാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ട്രിവാൻഡ്രത്താണ്. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഏറ്റവും ലാസ്റ്റ് ഉണ്ടായ ഒരു കുഞ്ഞാണ് ഞാൻ. അവരൊത്തിരി പ്രായം ആയിട്ട് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും പപ്പയും അമ്മയും തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് 3 സഹോദരങ്ങളുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ എല്ലാവരും വിശ്വാസത്തിലാണ്. എന്റെ പപ്പ പാസ്റ്റർ ആയിരുന്നു. സഭയും കാര്യങ്ങളായിട്ടും എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് തൊട്ട് എല്ലാം ഞാൻ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മ പ്രാപിച്ചു അതെല്ലാം സഭയ്ക്ക് അകത്ത് നിന്ന് അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് നിന്ന് കിട്ടിയ നന്മയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചു പോയിരുന്നതല്ല. അതിന് മുന്നേ പപ്പ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം മുന്നേ പപ്പ ദൈവവിശ്വാസി അല്ലായിരുന്നു. നല്ലൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അത് അങ്ങനെ ഒരു മാനസാന്തരത്തിന് കാരണമായത് എൻ്റെ അമ്മയാണ്. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോയി. അതിനുശേഷമാണ് അമ്മ അറിയുന്നത് ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിലേക്ക്, ഒട്ടും വിചാരിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്കാണ് അമ്മ കയറി ചെന്നത് മനസ്സിലായത്. പക്ഷെ അവിടെ ഒന്നും അമ്മ തളർന്നു പോയില്ല. താൻ പഠിച്ച വിശ്വാസം, താന് തന്റെ ലൈഫിൽ അനുഭവിച്ച ദൈവസ്നേഹം, അതിന്റെ എല്ലാം പുറത്ത് അവിടെ എന്തെല്ലാം കഷ്ടവും പ്രയാസം വന്നാലും അവിടെ എല്ലാം അമ്മ നിലനിന്നു. അത് നിന്നത് കൊണ്ട് തന്നെ അതിന്റെ ഉണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ പപ്പയെ അടക്കം ആ കുടുംബത്തിലുള്ള പപ്പയുടെ സഹോദരന്മാർ, സഹോദരിമാര്, അവരുടെ മക്കൾ എല്ലാം ഇന്ന് ദൈവഭാഗത്തിലാണ്. ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത്, ഒത്തിരി ദൈവത്തിനെ ആരാധിക്കുന്ന ഒത്തിരി വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്. അതെല്ലാം കാരണം എൻ്റെ അമ്മയായിരുന്നു. സോ ഞാൻ എപ്പോഴും തന്നെ ഞാൻ പറയാറുണ്ട്, ഇതുപോലൊരു അമ്മയും അപ്പന്റെയും മകളായിട്ട് ജനിച്ചതിൽ ഞാൻ ഒത്തിരി പ്രൗഡാണെന്നുള്ളത്. കാരണം അവരുടെ ജീവിത സാക്ഷ്യം, അവരുടെ ജീവിതാനുഭവം ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോഴത്തേക്കും അവർ വന്ന കഷ്ടപ്പാടെല്ലാം ഒത്തിരിയാണ്. പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും. ഒത്തിരി ദൈവവിശ്വാസി വന്നപ്പോൾ അപ്പന്റെയും അമ്മയുടെയും പഴിയെല്ലാം അവരെ കേൾക്കേണ്ടി വന്നു. എൻ്റെ പപ്പയുടെ സൈഡിൽ നിന്ന്, അവരുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് ഒത്തിരി ഒറ്റപ്പെടലുകളും എല്ലാം ഉണ്ടായാൻ ഇടയായി. ഒരു സമയം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടി തന്നെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. ദൈവത്തെ വിശ്വസിച്ചത് കൊണ്ട്, ദൈവമാണ് സത്യദൈവം എന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർ ജീവിച്ചത് കൊണ്ട്. പക്ഷെ എവിടെ അവരെ ഇറക്കി വിട്ടാലും കർത്താവ് ഒരിക്കലും അവരെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് നൽകി. അതിലധികം ദൈവം അവരെ മാനിച്ചു. ഒത്തിരി എനിക്ക് പ്രൗഡായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, സാമ്പത്തികമായിട്ടല്ല ഫിനാൻഷ്യലായിട്ട് ഒന്നും മക്കൾക്ക് വേണ്ടി സേവ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ദൈവത്തെ അല്ലെങ്കിൽ ഈ സത്യദൈവത്തെ അവർക്ക് കൈമാറുക, ഈ വിശ്വാസത്തെ അവർക്ക് കൈമാറുക, ആ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുക. ഇതുപോലെ നമ്മളെ സ്നേഹിക്കാനോ നമ്മളെ കരുതാനോ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്നുള്ളൊരു കാര്യം ഒരു മക്കളെ നമ്മൾ അവരുടെ കുഞ്ഞുപ്രായത്തിലെ അവരെ പഠിപ്പിച്ചെടുക്കുന്നു. അതാണ് ഏറ്റവും അമ്മയ്ക്കും അപ്പനും ഏറ്റവും തന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ആ ഒരു ഗിഫ്റ്റാണ് എനിക്കും എൻ്റെ സഹോദരന്മാർക്കെല്ലാം അവരെ കൈമാറിയത്. അതുകൊണ്ട് തന്നെയാണ് ആ വിശ്വാസത്തിൽ ഇന്നും നിലനിൽക്കാനായിട്ട്. ഒത്തിരി പ്രയാസവും പ്രതികൂലം എല്ലാം വന്നാലും എന്തിനാ കർത്താവെ എന്ന് എന്നും ചോദിക്കാണ്ട്, ഇങ്ങനെ ആ ഒരു ചോദ്യത്തിനകത്ത് ജീവിക്കാണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇനിയും ഞാൻ ജീവിക്കുന്നത് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്, ആ സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ ഇത്രയും ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നതെല്ലാം പറയാൻ പറ്റുന്നതിന്റെ കാരണം അതൊന്നും മാത്രമാണ്. ഒരു നല്ലൊരു പ്രായം വരെ ഞാൻ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ കൂടെ തന്നെയായിരുന്നു താമസിച്ചത്. പഠിത്തം എല്ലാം ട്രിവാൻഡ്രത്തായിരുന്നു. അത് കഴിഞ്ഞ് കോളേജ് എല്ലാം ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. തിരിച്ചു നാട്ടിൽ കടന്നു വന്നു. കുറച്ചു നാളേറെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ജോലിക്കെല്ലാം കയറി. സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ തന്നെയായിരുന്നു എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. വിവാഹപ്രായം എത്തി. ഒത്തിരി പ്രപ്പോസൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രപ്പോസല് വന്നത് എനിക്ക് വളരെ സർപ്രൈസ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു. കാരണം പഞ്ചാബിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. ഒത്തിരി ദൂരെയാണ്.
എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വീട്ടിലുള്ള ആർക്കും ഒരു നോ പറയാനായിട്ട് അവർക്കൊന്നും ഇല്ലായിരുന്നു. ആരും ദൂരത്തിന്റെ കാര്യം ഒന്നും ചിന്തിച്ചില്ല. ഇനി എപ്പോഴെപ്പോഴും ഓടിച്ചെല്ലാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ അവര് കണ്ട ഒരു പ്ലസ് പോയിന്റ് എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആള് ദൈവവേലയിൽ നിൽക്കുന്ന ആള് എന്നുള്ളത് മാത്രമാണ്. ശുശ്രൂഷയിലായിരിക്കും. ഇതൊരു മിഷണറി കുടുംബമാണ്. അപ്പൊ എനിക്ക് മുന്നമ്മേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മിഷണറി പോലത്തെ ഒരു ഇതിലേക്ക് എനിക്ക് പോകണം. അല്ലെങ്കിൽ ഒരു കുറച്ചു നാളത്തേക്ക് ഒരു 1-2 മാസമൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏത് മീറ്റിംഗ് കണ്ടാലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ മീറ്റിങ്ങിന് പോയാൽ അവര് ലാസ്റ്റ് ഓൾട്ടർ കോൾ വിളിക്കുമ്പോഴത്തേക്കും അവിടെ ഞാൻ ഉണ്ടാവും. കർത്താവ് ഞാൻ പോയി നിന്നതെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തതുപോലെ ആയിരുന്നു എനിക്ക് ഈ പ്രപ്പോസൽ വന്നത്. എന്നോട് അമ്മ അത് പ്രസന്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. മോളെ നിനക്കല്ലേ ആഗ്രഹം ഇങ്ങനെ പോകണം എന്നുള്ളത്, അപ്പൊ നീ ഒറ്റയ്ക്ക് പോകണ്ട, നീ ഇങ്ങനെ ഒരു കൂട്ടായിട്ട് നീ പൊയ്ക്കോളൂ. അവരവിടെയാണ്, അവരുടെ ഫാമിലി ഒരു 40 വർഷമായിട്ട് ഇവിടെ മിഷണറി ആയിട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് എന്നുള്ള പറഞ്ഞു. ഞാനും വേറെ ഒരു ക്വാളിഫിക്കേഷനും ഒന്നും ഞാൻ ചിന്തിച്ചില്ല. എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഏറ്റവും ലോകത്തുള്ള എല്ലാ ജോലികളിൽ വെച്ചിട്ട് ഏറ്റവും മാന്യതയേറിയ ജോലി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവേല തന്നെയാണ്. അതിൽ ഉപരിയായിട്ടുള്ളൊരു ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടൊരു ജോലി വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കൊരു നോയും പറയാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പൂർണ്ണ സമ്മതത്തോടെ തന്നെയാണ് ഞാൻ അതിന് എസ് പറഞ്ഞത്. അങ്ങനെ 2018 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. മാർച്ച് മാസം 2018 മാർച്ച് മാസം ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നു. അപ്പോ എന്റെ ഹസ്ബൻഡിന് ഒരു ബ്രദർ, അമ്മ, പപ്പ, ഡാഡി, മമ്മി, ഇവർ ഇത്രയും പേരാ, ഒരു 4 കുടുംബമായിരുന്നു. പക്ഷെ എന്നെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രദർ ആദ്യമേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം മമ്മി ശാരീരികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ അറിയിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേഗത്തിൽ വിവാഹം നടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു. സന്തോഷത്തോടെ ഞങ്ങള് മാർച്ചിൽ എൻഗേജ്മെന്റ് നടത്തി. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പ് അവർക്ക് പഞ്ചാബിൽ വെച്ചിട്ട് വിവാഹം നടത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഒരു കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഒക്ടോബർ മാസത്തിലാണ് വിവാഹം തീരുമാനിച്ചിരുന്നത്. ജൂൺ ആയപ്പോഴത്തേക്കും മമ്മിക്ക് ഒത്തിരി സിക്കായിട്ട് മമ്മി പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ ഒത്തിരി സന്തോഷത്തോടെ കയറി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോ ഞാൻ ഈ പഞ്ചാബിന്റെ മണ്ണിൽ ആദ്യമായിട്ട് കയറി വരുന്ന ഒരു ഫിനറൽ സർവീസ് അറ്റൻഡ് ചെയ്യാനാണ്. അതും എന്റെ മദർ ഇൻ ലോയുടെ. എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്കാണ് ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. അപ്പോൾ അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വിഷമപ്പെടുത്തുന്ന കാര്യമായിരുന്നു. കാരണം ഇങ്ങനെയല്ല ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എനിക്കിനി അവർക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഇത് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. ഞാൻ അറ്റൻഡ് ചെയ്തു, പോയി. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് തന്നെ ഒക്ടോബർ മാസത്ത് പഞ്ചാബിൽ വെച്ച് നടക്കാൻ ഇടയായി. ഒത്തിരി ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകുന്ന ഒരു സമയമായിരുന്നു. ഏതൊരു പെണ്ണിനെ പോലും ലൈക്ക് നമ്മുടെ സ്വന്തം ഫാമിലി, നമ്മുടെ കുടുംബം എല്ലാം വിട്ടിട്ട് പുതിയൊരു ലൈഫ്, അല്ലെങ്കിൽ പുതിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം പുതിയതായിരുന്നു. ഇവിടുത്തെ ഭാഷ, ഇവിടുത്തെ നാട്ടുകാര്, സകലതും എനിക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഒട്ടും പരിചയമില്ലാത്ത, എനിക്ക് ഹിന്ദി പോലും ശരിക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു തുടക്ക സമയത്ത്. പക്ഷെ എന്നാലും ഹാപ്പി ആയിരുന്നു. നല്ലൊരു ഹാപ്പി ഫാമിലി ആയിരിക്കും എന്നുള്ള രീതിക്കാണ് ഞാൻ വന്നത്. എന്നെ വിവാഹം നിശ്ചയിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ പോക്കറ്റിൽ ഇന്ന് കാശുണ്ടാവാം, ഞാനപ്പം സിമീനെ നല്ലപോലെ നോക്കും. എന്റെ പോക്കറ്റിൽ ഇന്ന് കാശില്ലേലും ഞാൻ സിമീനെ നല്ലപോലെ നോക്കും. കാരണം എന്നെ കരുതുന്ന എന്റെ അപ്പൻ നമുക്ക് വേണ്ടിയിട്ടെല്ലാം കരുതിയിട്ടുണ്ട്. സ്വർഗത്തിലെ പിതാവ് നമ്മൾക്ക് വേണ്ടി ഒന്നിനും ഒരു കുറവില്ലാതെ പരിപാലിക്കും. ഈ ഒരു ഉറപ്പേ എനിക്ക് പറയാനുള്ളൂ എന്നാ എന്നോട് ചോദിച്ചത്. സമ്മതമാണെങ്കിൽ പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അപ്പൻ ഇങ്ങനെയായിരുന്നു ആ കുടുംബം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കതിലൊരു പ്രയാസമോ എനിക്കതിലൊരു ഭയമോ ഒന്നും തോന്നിയിട്ടില്ല. ഇവിടെ വന്നിട്ടാണേലും അങ്ങനെയായിരുന്നു. ഒരു വീട്ടിലൊരു ലേഡി ഇല്ലാത്തൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഒരു ഫാമിലി മുഴുവനായിട്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ചർച്ച് മുഴുവനായിട്ട് കൊണ്ടുപോയി. അപ്പൊ എല്ലാം എനിക്ക് പുതിയതായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഭാഷ അറിയത്തില്ല മൊത്തത്തിൽ. പക്ഷെ അവിടെ എല്ലാം
എന്നെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കാര്യം, കർത്താവ് നിന്നെ കരുതിക്കൊള്ളും, കർത്താവ് നിന്നെ ഗൈഡ് ചെയ്യും, നീ ധൈര്യമായിട്ടിരിക്കണം, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ആ ഓരോ വാക്കുകളെല്ലാം ദൈവത്തിൽ അധികമായിട്ട് വിശ്വസിച്ചും ആശ്രയിച്ചും എല്ലാം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം ചർച്ചുമായിട്ട് തന്നെ, ഞാൻ നാട്ടിലായിരുന്നപ്പോ ഞാൻ ജോലിയിലായിരുന്നു, പക്ഷെ വിവാഹശേഷം ജോലിക്കൊന്നും പോയിട്ടില്ല. അപ്പോ അവിടെയെല്ലാം കർത്താവ് ഞങ്ങളെ നടത്തും എന്നുള്ളൊരു ഉറപ്പിലായിരുന്നു ഞാൻ ആയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു 2019 എനിക്കൊരു കുഞ്ഞുണ്ടായി. 2018 വിവാഹം, 2019 ഞങ്ങൾക്കൊരു മകനുണ്ടായി. മോന്റെ പേര് സെബദിയ എന്നാണ്. അവനിപ്പോ 5 വയസ്സാകുന്നു. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്ന ആ ഒരു മൊമെന്റ് ആയിരുന്നു അതെല്ലാം. അതിനുശേഷം 2021 ആണ് എന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ടൈഫോയിഡിന്റെ അസുഖം വന്നിട്ട് കുറച്ചു നാള് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പം നാട്ടിൽ പോയിരിക്കുന്ന സമയമായിരുന്നു. എന്റെ അമ്മയും അപ്പോ വയ്യാണ്ടായിട്ട്, എന്റെ വിവാഹം ശേഷം ഡെലിവറി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു 1.5 വയസ്സ് വരെ എന്റെ കുഞ്ഞിനെ ആരും നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോ അമ്മയെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ കാണാൻ പോയിരുന്ന സമയത്താണ് എന്റെ ഹസ്ബൻഡിന് വയ്യാതായി തുടങ്ങി. അപ്പോ ഞാൻ തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞു, ഇല്ല വേണ്ട, അമ്മയുടെ കൂടെ ഇരിക്കും, എപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. പക്ഷെ എന്നാലും മനസ്സ് എന്തോ ഒരു പതർച്ച പോലെയൊക്കെ ആയിരുന്നു. ഞാൻ വരാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ പറഞ്ഞു തിരിച്ച് ഞാൻ ഇവിടെ വന്നു. വന്നപ്പോ കണ്ടപ്പോഴത്തേക്കും ഒത്തിരി പുള്ളി ശാരീരികമായിട്ട് ഒത്തിരി ബലഹീനതകളും ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പഴയതിനെക്കാട്ടിലും ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയല്ല ഞാൻ കാണുന്നു. പക്ഷെ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയോ, മരുന്നൊക്കെ എടുത്തോ, അതെല്ലാം എടുക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് എല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ മനസ്സുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന സമയത്ത് എനിക്കെല്ലാം എന്തോ വളരെയധികം വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ എന്തോ നെഗറ്റീവ് ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്, എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള പോലെ. അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആകണമോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ മനസ്സ് തോന്നി. എങ്കിലും നമ്മളാരും പോസിറ്റീവായിട്ട് ആണ് എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കാറ്. നെഗറ്റീവായിട്ട് നമ്മൾ ആരും വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷെ ഞാൻ ഒരു വിഷൻ എന്നോണം ഞാൻ കണ്ടായിരുന്നു ഞാനിങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ. പക്ഷെ അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് എന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഇങ്ങനെ സിവിയർ ആയിട്ട് അത് കൂടി ബ്രെയിൻ അറ്റാക്ക് പോലെ വന്ന് ഓഗസ്റ്റ് മാസം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നു. അന്ന് എന്റെ കുഞ്ഞിന് വെറും 1.5 വയസ്സ് പ്രായം മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു സമയം, എങ്ങനെയാണ് മുന്നോട്ട് പോകണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരിക്കൽ മാത്രം ഞാൻ ആ ഇൻസിഡന്റ് ഉണ്ടായപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതെന്തിനാ ഇത് എന്റെ ജീവിതത്തിൽ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. നമ്മള് മനുഷ്യരാണ്, എത്ര ഉണ്ടായിരുന്നാലും നമുക്ക് ഇമോഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ചോദിക്കും. ആ ഒരു ഇതിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തിനാ ഇത് ഇങ്ങനെ സംഭവിച്ചത്, എന്തിനാ ഇതിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ദൈവം നമ്മളെക്കാട്ടിലും നമ്മളെ ലൈഫിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ദൈവം നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം വേദന തരത്തില്ല എന്നാ പറയുന്നത്. നമ്മള് ബൈബിളിൽ ഒത്തിരി ക്യാരക്ടേഴ്സ് വായിച്ചിട്ടുണ്ട്. യോബിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതിസന്ധിയായിട്ട് കമ്പയർ ചെയ്യും. അപ്പോ നമ്മുടെ ലൈഫിൽ പക്ഷെ അതൊക്കെ വരുമ്പോ എത്ര വിശ്വാസത്തിൽ നമ്മൾ നിന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വരുമ്പോ നമ്മൾ എങ്ങനെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിലുള്ളതിലായിരിക്കും. ഞാനിത് ചോദിച്ചു, എന്നെ ഒത്തിരി പേര് എന്നെ ആശ്വസിപ്പിക്കാനും എല്ലാം വന്നു. പക്ഷെ ആ ആശ്വാസങ്ങളൊന്നും എന്നെ എവിടെയും ആശ്വസിപ്പിച്ചിട്ടില്ല. ഒരു സെക്കൻഡിലേക്കുള്ള ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്തെല്ലാം കർത്താവ്, ഞാൻ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും അധികം ദൈവം പ്രേക്ഷകനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം തിരിച്ചു വിളിച്ചത്. തന്റെ വേലയിൽ ലോകത്ത് പൂർത്തിയായതുകൊണ്ടായിരിക്കാം തിരിച്ചു വിളിച്ചത്. അതിനപ്പുറം ഒരു ചോദ്യം ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ട്. എങ്കിലും ദൈവം അന്ന് എനിക്ക് തന്നൊരു വചനമുണ്ട്. അത് ഞാൻ എല്ലായിടത്തും ഞാൻ പറയുന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ നടക്കുന്നത് എന്റെ ബലം എന്ന് പറയുന്ന ആ ഒരൊറ്റ വചനത്തിലാണ്. 2 കൊരിന്ത്യരിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വചനം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ നിനക്ക് തികഞ്ഞു വരും. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ആ ഒരൊറ്റ വാക്യം, കർത്താവിന്റെ കൃപ എനിക്ക് മതി. അതിന്റെ അദ്ദേഹത്തിന്റെ മുകളിലോട്ട് പൗലോസിനോട് ഉണ്ടായ ഓരോ സംഭവങ്ങളിലും പൗലോസിനോട് ദൈവം കൈമാറിയ ഒരു വചനമാണ്.
എന്റെ ജീവിതത്തിലും അതുപോലൊക്കെ തന്നെയാണ്. ഒരുപാട് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അലയടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ എല്ലാം എന്നെ ബലപ്പെടുത്തിയത് ഈ ഒരു വചനമാണ്. എന്റെ അതിനുശേഷം ഞാൻ നാട്ടിൽ പോയി. ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് എന്റെ അമ്മയും പപ്പയ്ക്കും ഒത്തിരി പ്രയാസമായിരുന്നു. ഞാൻ വേറെ ആരുമില്ല, മമ്മിയില്ല, അതുകൊണ്ട് നീ ഇങ്ങ് കയറി പോരേന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ പോയി അവിടെ നിന്ന സമയത്ത് അമ്മ ഓൾറെഡി ഹാർട്ടിനൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അമ്മയ്ക്ക് പെട്ടെന്ന് ഞാൻ ഒരിക്കൽ പോലും അമ്മ കരഞ്ഞു കണ്ടിട്ടില്ല. അമ്മ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരാളാ. പക്ഷെ എല്ലാരും പറഞ്ഞു നിർത്തിയത് കൊണ്ടായിരിക്കും എന്റെ മുമ്പിൽ ഞാൻ ചെന്നതിന് ശേഷം അമ്മ ഒരിക്കലും കരഞ്ഞു കണ്ടിട്ടില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. 2 മാസം ആയപ്പോഴത്തേക്കും എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് രാവിലെ ആയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഒത്തിരി ഡിലേ ആയിട്ട് അറിയുന്നു. ഉറക്കത്തിലാ സംഭവിച്ച. അമ്മയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നു. അത് സ്ട്രോക്കായി. ഞാനാ ചെന്ന് രാവിലെ നോക്കിയപ്പോ കണ്ടത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ഒത്തിരി ലേറ്റ് ആയിപ്പോയി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം രാത്രി സംഭവിച്ച ഇത്രയും ഗ്യാപ്പ് വന്നത്. എല്ലാരും പറഞ്ഞു, മോളെ നീ റെഡി ആയിക്കോ, നിന്റെ ജീവിതത്തിൽ അടുത്ത ഒരു ബാഡ് ന്യൂസ് കേൾക്കാൻ നീ പോവാണ്. എല്ലാരും എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു. എല്ലാരും എന്നെ പ്രിപ്പയർ, കാരണം ഹസ്ബൻഡ് മരിച്ച് 2 മാസം ആയിട്ടുള്ളൂ, അടുത്ത അമ്മ എന്നുള്ള രീതിക്ക്. ഞാന് ഒരൊറ്റ പ്രാർത്ഥനയാണ് എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ഇത് ഇപ്പം സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്റെ അമ്മ മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല. ദേഹം മൊത്തം സ്വെല്ലിംഗ് ആയിട്ട് കണ്ണു പോലും തുറക്കാതെ ഒരു അനക്കം മാത്രമേ ഉള്ളൂ. എന്തും എപ്പോ വേണോ സംഭവിക്കാം. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഒരു വാശിപ്പുറത്ത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എന്റെ അമ്മ തിരിച്ചു വേണം. കാരണം എനിക്ക് ഇനി അടുത്തൊരു വേദന എനിക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ നീ എങ്ങനെയെങ്കിലും എന്റെ അമ്മേനെ എനിക്ക് മടക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥനയുടെ ഒരൊറ്റ ഇതിന്റെ പുറത്തായിരിക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഒരു ചാൻസും ഇല്ലാത്തടത്ത് എന്റെ അമ്മ പെട്ടെന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം കണ്ണു തുറന്നു. അമ്മ എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷെ ചില കാര്യങ്ങളെല്ലാം ദൈവത്തോട് നമുക്കത് അർഹതപ്പെടാത്തയാണെങ്കിൽ നമ്മൾ വാശി പിടിച്ച് വാങ്ങിച്ചാൽ അതിനുള്ള ബാക്കി കാര്യങ്ങളും കൂടെ നമ്മളത് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ മൊത്തം ബെഡ് റിഡൻ ആയിരുന്നു. ഒരു 10 മാസത്തോളം ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ മൊത്തം ഞാൻ അമ്മേനെ നോക്കി കരുതി. എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവരുടെ വാർദ്ധക്യ കാലത്ത് എനിക്ക് നോക്കാൻ പറ്റിയതിൽ ഓർത്ത്. പക്ഷെ ആ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഓരോ മൊമെന്റിലും ഒരുപാട് പ്രയാസങ്ങളും എല്ലാം വരുമ്പോഴത്തേക്കും എന്റെ കുഞ്ഞിനെയും കൊണ്ടാണ് ഞങ്ങൾ ഓടുന്ന ഹോസ്പിറ്റലിലോട്ട്. കാരണം അവനെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാനാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്. അപ്പോ അവിടെ എല്ലാം ഒത്തിരി എനിക്ക് വേണ്ടി, അവന്റെ ആ പ്രായത്തിൽ അവനൊന്നും അറിയത്തില്ല. അന്നറിയായിരുന്നെങ്കിൽ ചിലപ്പോ എന്നെ വഴക്ക് പറഞ്ഞേനെ. പക്ഷെ അന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. ഒത്തിരി ഹാപ്പി ആയിട്ട് ഐസിയുക്കകത്തിരിക്കുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ, റൂമിലോട്ട് മാറ്റുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് എന്റെ കൂടെ എന്റെ കുഞ്ഞിരുന്നിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞിനെയും നോക്കണം, അമ്മേനെ നോക്കണം, രണ്ടിടത്തും നോക്കാനുള്ള ബലം ദൈവം എനിക്ക് തന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ എങ്ങനെയൊക്കെ അതെല്ലാം ഞാൻ ചെയ്തെടുത്തെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും അമ്മേനായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് എന്തേലും പറ്റാം, എപ്പോ വേണേലും സംഭവിക്കാം. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് എന്റെ പപ്പ പെട്ടെന്ന് ഇങ്ങനെ പനി പോലെ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുവന്നു. പിന്നെയും അത് കുറയുന്നില്ല, ഷിവറിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ അടുത്ത ദിവസം കൊണ്ടുപോയി. എന്റെ ബ്രദറാണ് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയ സമയത്ത് യൂറിൻ ഇൻഫെക്ഷൻ എല്ലാം ആയി പോയി എന്ന് പറഞ്ഞു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ബാക്കി ഓർഗൻസിലെല്ലാം എഫക്റ്റ് ആയത്. എന്റെ പപ്പ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ഓൾറെഡി നേരത്തെ കുറെ വർഷങ്ങൾ മുമ്പേ കാല് ആംബുട്ടേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രായവും എല്ലാം ഒത്തിരി ആയതുകൊണ്ട് അത് പെട്ടെന്ന് കയറി അഫക്റ്റ് ആയി. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. അമ്മയുടെ കൂടെ ആയിരുന്നു വീട്ടില്. പപ്പനെ കൊണ്ടുപോയി. അടുത്ത ദിവസം കഴിഞ്ഞു രാവിലെ ആയപ്പോഴത്തേക്കും വെന്റിലേറ്ററിൽ വെച്ചിരിക്കുകയാണ് ഞാൻ അറിഞ്ഞു. മനസ്സിന് തോന്നി, ഓക്കെ, ഇത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന വാർത്തയാണ് ഞാൻ അപ്പൊ അറിഞ്ഞു. അന്ന് തൊട്ട് അമ്മയ്ക്ക് ഒത്തിരി അധികം, അമ്മ ഏറ്റവും കൂടുതൽ സിക്കാവാൻ തുടങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അതിനുശേഷം അടുപ്പിച്ച് എല്ലാം അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക വരിക എന്നുള്ള സംഭവമായിരുന്നു. അമ്മയ്ക്ക് ബെഡ് സോർ എല്ലാം ഉണ്ടായി തുടങ്ങി. അപ്പൊ അതെല്ലാം അമ്മ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പം പിന്നെ ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞില്ല, ഇനി അമ്മ ഇങ്ങനെ കിടത്തി കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബെഡ് സോർ ഒന്നും വരാതിരുന്നപ്പോ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, അമ്മ റിക്കവറായി വരും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. പക്ഷെ ഇത് വന്ന് അമ്മ ആ വേദനയിൽ അനുഭവിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ അവിടെ ഒന്നും സെൽഫിഷ് ആവാൻ പാടില്ല എന്ന് തോന്നി. ഞാൻ ദൈവത്തോട് എന്ത് പറയാ,
ലാസ്റ്റ് മൊമെന്റിൽ അമ്മയെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചില്ല തിരിച്ച് അമ്മ വരണമെന്നുള്ളത്. ദൈവം ഇഷ്ടംപോലെ ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഡിസ്ചാർജും എല്ലാം എഴുതി തന്ന് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വിട്ട സമയത്താണ് എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ആംബുലൻസ് വരെ കൊണ്ട് നിർത്തിയേക്കുവാ. അപ്പോഴാ അമ്മയെ എടുക്കാൻ പോയപ്പോഴത്തേക്കും അമ്മയുടെ ലാസ്റ്റ് മൊമെന്റ്സിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ അമ്മ മരിക്കുന്നത് പപ്പ മരിക്കുന്ന എല്ലാം 1 മാസം ഗ്യാപ്പിലാണ്. എന്റെ ഹസ്ബൻഡ് മരിക്കുന്ന 2021 2022 ജൂണിൽ എന്റെ പപ്പ, ഓഗസ്റ്റിൽ എന്റെ അമ്മ. എന്റെ ഹസ്ബൻഡ് മരിച്ച 1 വർഷം പോലും ആകുന്നതിന് മുന്നേ അമ്മയും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ആളുകൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്റെ ഹസ്ബൻഡ് പോയി അടുത്ത് എന്റെ അമ്മയും പപ്പയും ഉണ്ടാവും എന്ന് വിചാരിച്ചപ്പോൾ എന്റെ 2 ചിറകുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇനി എവിടെയാണ് ആശ്രയിക്കേണ്ടത്? എന്റെ ബ്രദർ ഫാമിലി എല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുടുംബം നോക്കണം, ഞാൻ അവർക്കൊരു ബേർഡൻ ആവാൻ പാടില്ല എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവം എന്നെ നടത്തി, എന്നെ ബലപ്പെടുത്തി. ഞാൻ പറയാം, നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ അനുഭവം ഏറ്റവും വലിയ അനുഭവമാണ്, ഏറ്റവും വലിയ ടെസ്റ്റ് മണിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നെ കാട്ടിലും അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടാവും, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ അനുഭവിച്ചവരുണ്ടാവും. ഒത്തിരി നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നു പോയവരുണ്ടായിരിക്കാം. ജീവിച്ചിരിക്കുമ്പോ തന്നെ നഷ്ടപ്പെട്ടവരെ പോലെ ജീവിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവരുണ്ടായിരിക്കാം, പക്ഷെ നഷ്ടപ്പെട്ടു പോയ പോലെ, അവരില്ലാത്ത പോലെ ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ വേദന എന്ന് പറയും. ഇതും വേദനയാണ്. പക്ഷെ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് പ്രോമിസ് തരും നമ്മുടെ കൂടെ ഇരിക്കാം എന്നുള്ളത്. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വിവാഹ സമയത്ത് എല്ലാവർക്കും നൽകുന്ന പോലെ എനിക്കും തന്നതാ. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം കൂടെ ഉണ്ടാവും, എല്ലായ്പ്പോഴും അവസാനം വരെയും കാണുമെന്നും തന്ന ആ ഒരു പ്രോമിസ് പുള്ളിക്ക് നിലനിർത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, ആ പ്രോമിസിനെ കാട്ടിലും വലിയൊരു പ്രോമിസാണ് യേശു കർത്താവ് നമുക്ക് തന്നിട്ട് പോയത്. ലോകാവസാനത്തോളം മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ പോലെ 28-ാം അധ്യായത്തിന്റെ അതിന്റെ അവസാനം പറഞ്ഞതുപോലെ ലോകാവസാനത്തോളം നിന്റെ കൂടെ ഇരിക്കാം എന്ന് വാഗ്ദത്തം ചെയ്ത് നമ്മുടെ ദൈവത്തെ കവിഞ്ഞ് ഒരു പ്രോമിസും, അതുപോലത്തെ ഒരു പ്രോമിസും ഒരു വ്യക്തിക്കും ഈ ലോകത്ത് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പ്രോമിസിനെ കാട്ടിലും വലിയൊരു പ്രോമിസ് ഒരാൾക്കും അത്രയും ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ ലൈഫ് കൊണ്ട് മനസ്സിലാക്കിയത്. ഒത്തിരി വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. എന്റെ സുഹൃത്തുക്കളാണെങ്കിലും അവര് ബിലീവേഴ്സ് അല്ല, പക്ഷെ അവരെന്നോട് ചോദിച്ച കാര്യങ്ങളുണ്ട്. നീ എങ്ങനെ ഇനിയും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? കാരണം എനിക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വീണ്ടും ഒരാളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റുമോ, ഒന്ന് ഹാപ്പി ആയിട്ട് അവരോട് ഇടപെടാൻ പറ്റുമോ, ഒന്ന് ഹാപ്പി ആയിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്ന ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ ഇരിക്കാൻ പറ്റും. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ, അവനെ എന്തു പറയാ, ഒരു ദൈവമായിട്ടല്ല, അതിനപ്പുറം നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമക്കൾ എന്നൊരു പദവി തന്ന ആ ഒരു അപ്പന്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സ്നേഹവും കരുതലും എല്ലാം നമ്മുടെ കൂടെ എല്ലാം എപ്പോഴും ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും ഒരു കുറവില്ലാതെ വേണം. ഇപ്പൊ പോലും ഞാൻ വർക്കിംഗ് അല്ല, പക്ഷെ ദൈവം എന്നെ നടത്തുന്ന ഓരോ ദിവസവും എനിക്ക് ടെസ്റ്റ് മണി. ഓരോ ദിവസവും എനിക്ക് ടെസ്റ്റ് മണി. കർത്താവ് അത്രത്തോളം ഞങ്ങളെ പരിപാലിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിലും ദൈവം പരിപാലിക്കുന്നുണ്ട്. ഒരാളുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ ഇതെല്ലാം കൊണ്ടു തന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്റെ ലൈഫ് ഒരാളെ ഒന്ന് ദൈവത്തോട് അടുപ്പിക്കാൻ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ എന്റെ ലൈഫ് കൊണ്ട് ഞാൻ പറയും, ഞാൻ ബ്ലെസ്സഡ് ആണ്. ഒത്തിരി വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി. എല്ലാ സൺഡേയും കൂടുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെന്നോട് പറഞ്ഞു, മോളെ നിന്റെ ജീവിതത്തിൽ വന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മരണമെങ്കിലും സംഭവിച്ച അടുത്ത ഞായറാഴ്ച മുതൽ ഞങ്ങൾ ചർച്ചയിൽ കാണത്തില്ല, അടുത്ത ഞായറാഴ്ച മുതൽ ഞങ്ങൾ ആരാധിക്കാൻ ഉണ്ടാവത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല, ബൈബിള് വായിക്കത്തില്ല. പക്ഷെ നിന്നെ കാണുമ്പോ ഞങ്ങൾക്ക് മനസ്സിലാവും, നോക്കി ദൈവം നിന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പൊ അവരെ കൊണ്ട് അത് പറയിപ്പിക്കാനായിട്ടാ ഈ എല്ലാം നമ്മൾ പറയുന്ന പോലെ എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ടെസ്റ്റും നാളത്തേക്കുള്ള ഒരു ടെസ്റ്റ് മണി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് എന്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഓരോ ടെസ്റ്റുകളും എന്റെ ലൈഫിൽ ഒരു ടെസ്റ്റ് മണി ആയിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നെങ്കിൽ എന്റെ ലൈഫ് കൊണ്ട് കർത്താവിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ലൈഫിലെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു പർപ്പസ് ഉണ്ട്, ഒരു കോളിംഗ് ഉണ്ട്, ഒരു എലക്ഷൻ ഉണ്ട് ദൈവത്തിന്റെ. അത് നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ആദ്യം
കർത്താവിനും അറിയാം ആ കോളിംഗ്, അതുപോലെ തന്നെ പിശാചിനും അറിയാം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന കോളിംഗ് എന്താണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ട്രഗിള് വന്നാൽ ദൈവത്തിൽ നിന്നും പിന്മാറി പോവാനായിട്ടാ പിശാച് ഏറ്റവും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, എന്ത് സ്ട്രഗിള് വന്നാലും എന്ത് വേദന വന്നാലും ഞാൻ പറയാം, മനുഷ്യരാരും നോക്കാൻ പോകരുത്. കാരണം എന്റെ ലൈഫിൽ ഞാൻ കരഞ്ഞതും ഞാൻ വിഷമിച്ചതും എനിക്ക് ആശ്വാസമായി തീർന്നത് ദൈവവും ദൈവത്തിന്റെ വചനവും അല്ലാണ്ട് മനുഷ്യരുടെ ഒരു വാക്കും എന്നെ ഇതുവരെയും കൺസോൾവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഈ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം വന്നു പോയതായിരിക്കാം, ഇല്ലെങ്കിൽ ഇനി എന്ത് വന്നാലും ഞാൻ പറയാം, ഇന്നത്തെ കാലത്ത് മരണം എന്ന് പറയുന്നത് ഒരു രോഗം പോലെ വളരെ നിസ്സാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഇന്നിപ്പോ കാണുന്ന ആള് നാളെ ഉണ്ടാവുമെന്ന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ല. എപ്പോ വേണോ സംഭവിക്കാം, ആർക്കും ഒരു പ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മൾ എന്നും നമ്മള് പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം, കർത്താവ് നൽകിയിരിക്കുന്ന ആ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ. ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു ലൈഫ് പീരീഡ് ദൈവത്തിന് വേണ്ടി ദൈവം ഇഷ്ടപ്പെടുന്ന തരത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മൾ നിന്ന് കൊടുത്താൽ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തും. അത് ഒരു അപ്പന് ഒരു കുഞ്ഞിനോട് എന്തോരം കെയറിങ് ഉണ്ടോ അതുപോലെ ഒരു അപ്പനോട് പറഞ്ഞു കൊടുക്കണ്ട മക്കൾക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെ എന്തെല്ലാമാണ് അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് അപ്പൻ അറിഞ്ഞാ ചെയ്യും. അപ്പോ ഈ ലോകത്തുള്ള അപ്പൻ ഇത്രയും അറിഞ്ഞ് ചെയ്യുമ്പോൾ സ്വർഗസ്ഥലേക്ക് നമ്മുടെ പിതാവ് എത്രത്തോളം കെയറിങ് ആയിരിക്കും. അതും അവന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത ജനം എന്നാ പറയാം. നമുക്ക് വേണ്ടി ദൈവം കരുതാൻ എപ്പോഴും ഉണ്ടാവും. ആ ഒരു സ്നേഹവും കരുതലും ഇന്നും ഞാൻ അനുഭവിക്കുന്നു. തിരിച്ച് ഞാൻ അതിനെല്ലാം ശേഷം ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് വീണ്ടും ഞാൻ പഞ്ചാബിന്റെ പ്രദേശം വന്നിട്ട് ഇപ്പൊ 2 വർഷത്തിൽ ആവാറാകുന്നു. മോനെ ഇവിടെ സ്കൂളിൽ ചേർത്തു. ചർച്ചുമായിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഡാഡി മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡിന്റെ ഫാദർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേരാണ് ഈ ഭവനത്തിലായിരിക്കുന്നത്. ഇത്രയും ദിവസവും ദൈവം ഞങ്ങളെ നടത്തുന്നു, ഇത്രയും ദിവസം ദൈവം ഞങ്ങളെ കരുതുന്നു. ഒത്തിരി പേരുടെ മുമ്പിൽ ഇതുപോലെ ഷെയർ ചെയ്യാനെല്ലാം, എന്റെ ടെസ്റ്റിമണി പറയാൻ, അവർക്കൊരു ബ്ലെസ്സിങ് ആയി കേൾക്കാനെല്ലാം ഞാൻ ഇടയാകുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരിക്കൽ പോലും ഞാൻ ദൈവത്തെ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിലും എന്റെ ദൈവം എന്തിനാ ഇങ്ങനെ ചെയ്തേന്നുള്ളൊരു ചോദ്യം ആരുടെ മുമ്പിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അവരിങ്ങോട്ട് ചോദിച്ചാൽ മറിച്ച് ഞാൻ അങ്ങോട്ട് ദൈവം ചെയ്ത എന്തേന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ ഇന്ന് ഞാൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നു, ഇന്ന് ഞാൻ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നു എന്ന് ഉള്ളത് എന്നെ ദൈവത്തിന്റെ വലിയ മറുപടിയാണ്. കാരണം എനിക്കറിയാം, എന്റെ പോലത്തെ ഒരു അനുഭവത്തിൽ കടന്നു പോയവർ ഒത്തിരി പേര് ഡിപ്രഷനിന്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നവരെ എനിക്കറിയാം. ഒന്ന് സമാധാനം കിട്ടാൻ, ഒന്ന് മനസ്സ് സ്റ്റേബിൾ ആകും. ദൈവം സഹായിച്ച് ഞാൻ അതിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. പോകുമെന്ന് പലരും വിചാരിച്ചു പോയി, പക്ഷെ അതിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് എടുക്കുന്ന ഒരു തീരുമാനം, സൂയിസൈഡ് എന്ന് പറയും, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഏറ്റവും കൂടുതൽ സൂയിസൈഡിന്റെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ അകത്ത ഒത്തിരി ന്യൂസ് ഞാൻ ഈ ഇടയ്ക്ക് കേൾക്കുന്നു. ഒത്തിരി ബലഹീനതകളായിട്ടുള്ള എന്താ പറയാ സ്ത്രീകള് അവരുടെ മനസ്സിന് അങ്ങനെ പിശാച് ഒലയ്ക്കുന്ന ഒരു സമയത്താ പോകുന്നത്. നമ്മളെ ജീവിതം ദൈവം വെച്ചിരിക്കുന്ന നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ പിശാച് ഒത്തിരി കാര്യങ്ങൾ ശ്രമിക്കും, പക്ഷെ അവിടെ ഒന്നും നമ്മൾ വീണു പോകരുത്. എവിടെയെല്ലാം നമ്മൾ ബലത്തോടെ നിൽക്കാൻ നമ്മൾ റെഡിയാണോ, നമ്മളെ മനസ്സുകൊണ്ട് വിശ്വസിച്ചാൽ മതി, ദൈവം നമ്മൾക്ക് വേണ്ടുന്ന ബലം തരും. ഞാൻ പറഞ്ഞ ആ ഒരു വാക്യം പോലെ, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ ആ ഗ്രേസിനകത്താ നമ്മൾ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം നമ്മൾ കവച്ച് നമ്മൾ ചാടിപ്പോവും. എവിടെയും നമ്മൾ വീണു പോകത്തില്ല. എവിടെയും നമ്മളെ ജീവിതം ഇനി മതി, ഇനി നിർത്താം, ഇനി ഒന്നും ലൈഫ് ഇല്ല എന്നുള്ള പറയുന്ന ആ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരത്തില്ല. ഇന്ന് ചിലപ്പോൾ നമ്മൾ കരയുമായിരിക്കാം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട്, പക്ഷെ നാളെ തല ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ ഒരു കൃപ ദൈവം തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസം ദൈവത്തോട് അധികമായിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ ദൈവത്തിനോട് നമ്മൾ അധികമായിട്ട് ആശ്രയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ദൈവം നമ്മൾ അധികമായിട്ട് കരുതുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതുവരെ എത്തി നിന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ ഒറ്റയ്ക്കൊന്നും നേടിയെടുത്തതല്ല. ഒറ്റയ്ക്കൊന്നും പ്രൗഡായിട്ട് പറയാൻ ഒന്നുമേ ഇല്ല. പലയിടത്തും വീണു പോവായിരുന്നു, പലയിടത്തും നമ്മുടെ ജീവിതം നിർത്തി നമുക്ക് പോവാം, വിശ്വാസം നമുക്ക് നിർത്തി പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ വന്നു. ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ഇന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കല്ല ഉണ്ടായിരുന്നത്. വേറെ ആരും ഈ ലോകത്തുള്ള ആരും നമ്മുടെ കൂടെ ഇല്ലേലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം നമ്മൾ തരണം ചെയ്ത് മുൻപോട്ട് വന്നത്.
എന്റെ ലൈഫ് കൊണ്ട് ഞാനത് മനസ്സിലാക്കിയതാണ്. ഇന്നും ഞാൻ ജീവിക്കുന്നതിന്റെ റീസൺ അതൊന്ന് മാത്രമാണ്. ഇന്ന് എനിക്ക് ഒന്നിനെ കുറിച്ചും എനിക്ക് ടെൻഷൻ ആവാൻ എനിക്ക് ഇല്ല. കാരണം ജീവിതത്തില് നമുക്ക് ഒന്നും എന്താ പറയാ, കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന പോലെ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ ലൈഫ് മറ്റാരെക്കാട്ടിലും നല്ല ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ സ്റ്റോറി എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓരോ സമയത്തും അത് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരുപാടൊന്നും നമ്മള് ചിന്തിച്ച് കൂട്ടാണ്ട്, എന്താ പറയാ, പാട്ടുകാരൻ പറയുന്ന പോലെ ഭാവിയെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ കയ്യിൽ അതെല്ലാം സേഫ് ആയിട്ട് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതം കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഹിതത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ബാക്കി ഒരു സ്ട്രഗിളും ഒരു വേദനയും ഒരു പ്രയാസവും നമ്മളെ തളർത്താനല്ല, മറിച്ച് അതിനെ നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ അത് മറ്റൊരുവന് അതൊരു ബ്ലെസ്സിങ് ആയി തീരാൻ, നമ്മുടെ ലൈഫ് കൊണ്ട് മറ്റൊരാൾക്ക് അതൊരു ആശ്വാസമായി തീരാൻ അതെല്ലാം കാരണമാകും. ഇതിനകത്തായിരിക്കുന്ന എല്ലാവരോടും ഇത്ര ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്ന ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എന്റെ താങ്ക്സ് പറയാം. അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് പ്രിയ മാത്യു പാസ്റ്ററിനോടും എന്റെ താങ്ക് യു. അത് ലീഡ് ചെയ്യുന്ന ഹോസ്റ്റ് ചെയ്യുന്നവർക്കും എന്റെ താങ്ക്സ് പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്റെ ഈ ടെസ്റ്റ് മണി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ബ്ലെസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു ആശ്വാസമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒറ്റപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ഒത്തിരി അകന്ന് നിങ്ങൾ എവിടെയെങ്കിലും മുറിവേറ്റിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും ഞാൻ വിശ്വസിക്കുക. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, എന്നെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന ഡാഡിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അത് അവന്റെ മണ്ണിൽ എത്ര നാളായിരിക്കുന്നു അത്രയും നാൾ ഞങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കാൻ, കർത്താവിന്റെ കൈകൾ ഞങ്ങൾ എപ്പോഴും സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു.